ഗൈസ്, വെൽക്കം ബാക്ക് സൂസൻ മെസ്സേജ് മൈ യൂട്യൂബ് ചാനൽ. ഈ പാട്ടുകളൊക്കെ ഞാൻ ബൈ ഹാർട്ടായിട്ട് അങ്ങ് പാടുകയാണ്. ഞാൻ ഈ പാട്ടുകളൊന്നും എഴുതി വെക്കാറില്ല. കർത്താവിൻ്റെ മനസ്സിലോട്ട് പാട്ട് തരുന്നു, അത് ഞാൻ മനസ്സിലിട്ട് തന്നെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് പോരായ്മകളൊക്കെ തീർത്ത് എൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടി പാടിത്തരികയാണ്. നോക്കി പാടാൻ പോയാൽ ശരിയാകത്തില്ല. അങ്ങനെ യൂട്യൂബിൽ നിന്ന് ആവശ്യപ്പെട്ടു ഷോർട്സ് കൂടെ ചെയ്യണമെന്ന്. അപ്പോൾ ഷോർട്സ് കൂടെ ഒക്കെ ചെറിയ രീതിയിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ ഷോർട്സ് കൂടെ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക് ചില ഷോർട്സുകളൊക്കെ കാണാം. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ തേടി വന്ന നാഥൻ, എൻ്റെ ഭാരമെല്ലാം ചുമന്ന നാഥൻ. അതാണ് രണ്ടാമത്തെ സോങ്ങിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. അതെ, റോമർ 8 പറയുന്നത്, ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കർത്താവ് നമ്മളെ തേടി വന്ന് നമ്മുടെ ഭാരങ്ങളെല്ലാം ഏറ്റെടുത്ത് നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്ന് ക്രൂശിൽ മരിച്ച് ഉയർത്ത് കർത്താവ് എഴുന്നേറ്റു. ആ കർത്താവായ യേശുവിലാണ് നമ്മുടെ ആശ്രയം. ഒരിക്കലും നമ്മളെ കർത്താവ് തള്ളിക്കളയില്ല. നമ്മൾ ക്രിസ്തുവാകുന്ന പാറയിൽ മേൽ വേരൂന്നി ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദിനംതോറും പച്ചപിടിച്ചും പുഷ്ടി വെച്ചും നമ്മൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാരും പാവികളല്ല. ഞാൻ പാവികളാകുന്ന ഞങ്ങളോട് കരുണ തോന്നണമെന്ന് കർത്താവെന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. മത്തായി 18:18 പറയുന്നത്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗ്ഗത്തിൽ അഴിക്കും. നിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു വിടുന്നതൊന്നും ക്രിയ ചെയ്യാതെ മടങ്ങി വരികയില്ല. അപ്പം നമ്മളാരും പാപികളല്ല. നമ്മളാരും ഇപ്പോൾ പാപികളല്ല. റോമർ 8 പറയുന്നത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് വചനം പ്രമാണിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ശിക്ഷാവിധി ഇല്ല. അതെ, റോമർ 5:4 പറയുന്നത്, ക്രിസ്തു നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കുന്നു. അതെ, നമ്മൾ പാപികളായിരുന്നു എന്ന് നമ്മൾ ആ ന്യായപ്രമാണത്തിൻ്റെ കാലത്ത് നമ്മൾ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേൽക്കുന്ന കാലം വരെയും നമ്മൾ പാപികളായിരുന്നു. ആ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് പാപത്തിൻ്റെ പ്രവൃത്തിയാണ് ഓരോരുത്തരും വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളന്ന് പാപികളായിരുന്നു. അതിനൊക്കെ നമ്മൾ കർത്താവ് സ്വന്തം രക്തത്തിൽ വീണ്ടെടുത്തു. ഇന്ന് നമ്മൾ നിത്യരാജ്യത്തിന് അവകാശങ്ങളാണ്. ഇനി പാപികളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവ് മാത്രം പറയുക. പോസിറ്റീവ് എലമെൻറ്റ്സ് മാത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് വരാവൂ. നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഓരോ ദിവസവും യേശുവിനോട് കൂടുതലടുത്ത് ജീവിക്കുവാൻ, ലോകത്തിൻ്റെ കെടുതികളാകപ്പെടാതെ കർത്താവ് നമ്മളെല്ലാവരെയും കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും രണ്ടാമത്തെ ഗാനം നമുക്ക് കേൾക്കാം. എന്നെ തേടി വന്ന നാഥൻ, എൻ ഭാരമെല്ലാം ചുമന്ന നാഥൻ. ഒന്ന് ചേർന്ന് പാടാമോ? വൺസ് അഗൈൻ. എന്നെ തേടി വന്ന നാഥൻ, എൻ ഭാരമെല്ലാം ചുമന്ന നാഥൻ, സ്വന്തം രക്തം നൽകി വീണ്ടെടുത്തോനേ, എല്ലാ നാളും വാഴ്ത്തിപ്പാടും ഞാൻ. എന്നെ തേടി വന്ന നാഥൻ, എൻ ഭാരമെല്ലാം ചുമന്ന നാഥൻ, സ്വന്തം രക്തം നൽകി വീണ്ടെടുത്തോനേ, എല്ലാ നാളും വാഴ്ത്തിപ്പാടും ഞാൻ. ഇത്ര സ്നേഹം ചൊരിഞ്ഞ പ്രിയനേ, എത്ര നാൾ ഞാൻ മറന്നുപോയി. ഇത്ര സ്നേഹം ചൊരിഞ്ഞ പ്രിയനേ, എത്ര നാൾ ഞാൻ മറന്നുപോയി. എൻ ഹൃദയത്തിൻ കൂരിരുൾ നീക്കി ദിവ്യജ്യോതി സായോദിച്ചവൻ. എൻ ഹൃദയത്തിൻ കൂരിരുൾ നീക്കി ദിവ്യജ്യോതി സായോദിച്ചവൻ. എന്നെ തേടി വന്ന നാഥൻ, എൻ ഭാരമെല്ലാം ചുമന്ന നാഥൻ, സ്വന്തം രക്തം നൽകി വീണ്ടെടുത്തോനേ, എല്ലാ നാളും വാഴ്ത്തിപ്പാടും ഞാൻ. സ്വന്തം രക്തം നൽകി വീണ്ടെടുത്തോനേ, എല്ലാ നാളും വാഴ്ത്തിപ്പാടും ഞാൻ. എന്നെ മുറ്റം കഴുകി വെടിപ്പാക്കി സ്വന്തം മകളെ ചേർത്ത നാഥനേ, എന്നെ മുറ്റം കഴുകി വെടിപ്പാക്കി
വാഴ്ത്തിപ്പാടും ഞാൻ. എന്നെ തേടി വന്ന നാഥൻ, എൻ ഭാരമെല്ലാം ചുമന്ന നാഥൻ, സ്വന്തം രക്തം നൽകി വീണ്ടെടുത്തോനെ, എന്നും എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. സ്വന്തം രക്തം നൽകി വീണ്ടെടുത്തോനെ, എല്ലാ നാളും വാഴ്ത്തിപ്പാടും ഞാൻ. സർവേശ്വരൻ സർവേശ്വരനെ സദ്ഗുരുവേ നീ, അല്ലാതില്ല രക്ഷകനായാരും. സർവേശ്വരനെ സദ്ഗുരുവേ നീ, അല്ലാതില്ല രക്ഷകനായാരും. നിന്നെ മാത്രം നനച്ചു നടക്കും ഞാൻ, നിന്നോടൊന്നും ചേർന്ന് നടക്കും ഞാൻ. നിന്നെ മാത്രം നനച്ചു നടക്കും ഞാൻ, നിന്നോടൊന്നും ചേർന്ന് നടക്കും ഞാൻ. എന്നെ തേടി വന്ന നാഥൻ, എൻ ഭാരമെല്ലാം ചുമന്ന നാഥൻ, സ്വന്തം രക്തം നൽകി വീണ്ടെടുത്തോനെ, എന്നും എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. എന്നെ തേടി വന്ന നാഥൻ, എൻ ഭാരമെല്ലാം ചുമന്ന നാഥൻ, സ്വന്തം രക്തം നൽകി വീണ്ടെടുത്തോനെ, എന്നും എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. സ്വന്തം രക്തം നൽകി വീണ്ടെടുത്തോനെ, എന്നും എന്നും വാഴ്ത്തിപ്പാടും ഞാൻ.